എനിക്ക് തോന്നുന്നു നിങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണെന്നുള്ളൂ. വേറൊരു ഗായകനുണ്ടായിരുന്നു, ശ്രീനിവാസനല്ല, വേണു അല്ലേ? വേണു മോഡൽ സ്കൂളിൽ പഠിച്ചത്. ശരി. അപ്പോൾ വേണുവിൻ്റെ ബൈറ്റ് ഉണ്ട് ഇവിടെ, നമുക്ക് കാണാം. 1984 കാലഘട്ടം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അന്ന് യുവജനോത്സവ വേദികളിൽ സ്ഥിരമായിട്ട് മത്സരങ്ങളിൽ വരികയും തിളങ്ങി നിൽക്കുകയും ചെയ്യുന്ന കാലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാധാകൃഷ്ണൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഞാനൊരു പാട്ട് തരാൻ പോകുന്നു. അങ്ങനെ ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് 4 വരി മെരി ഘടി ഘടി ജിന്ദഗി നഹി നഹി എന്നൊരു കോമഡി സിറ്റുവേഷനിൽ ആ പാട്ട് അഭിനയിച്ച് പാടുന്നത് ശ്രീനിയേട്ടനാണ്. സുരേഷാണ് അതിൻ്റെ നിർമ്മാതാവ്. സുരേഷിനെ അവിടെ വെച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. കാരണം പലപ്പോഴും റോഡിലൊക്കെ കണ്ടിട്ടുള്ള MG കോളേജിൽ പഠിച്ചിരുന്ന എൻ്റെ 1 വർഷമോ മറ്റോ സീനിയറായിട്ട് പഠിച്ചിരുന്ന തിരുവനന്തപുരത്ത് തന്നെയുള്ള വേറൊരു ചെറുപ്പക്കാരാണ് സുരേഷ്. പക്ഷേ അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സുരേഷ് തന്നെ നിമിത്തമായിട്ട് 18 വർഷത്തിന് ശേഷം ശ്രീ മോഹൻലാലിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മഹാസമുദ്രം എന്ന സിനിമയ്ക്ക് വേണ്ടി സുരേഷ് നിർമ്മിച്ച് ലാലേട്ടൻ അഭിനയിക്കുന്ന മഹാസമുദ്രം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കണ്ടോ കണ്ടോ കടൽ കണ്ടിട്ട് എത്ര നാളായി എന്ന് പറയുന്ന ഒരു ഹിറ്റ് ഗാനം ഞാൻ വീണ്ടും പാടിയായിരുന്നു. സുരേഷിന് ഈ ഒരു വേളയിൽ എല്ലാ ഭാവങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും നേരുകയാണ്. ഈ പൂച്ചക്കുരു മൂക്കുത്തി എന്ന് പറയുന്ന സിനിമ കുറേ പേരെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കാണുമ്പോഴും മലയാളത്തിൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു കോമഡി സിനിമ അന്നുണ്ടായിട്ടില്ല, എന്നുമില്ല. ഇപ്പോൾ കാണുമ്പോഴും നമുക്കൊരു ഫ്രഷ് സിനിമ കാണുന്നവരെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കൊല്ലത്ത് നിന്ന് തിരുവങ്കടം മുതലാളി എടുത്ത് ഈ പടം പറയാൻ പോയി. കഥയൊക്കെ പറഞ്ഞു, നെടുമുടി വേണു സുകുമാരി ഹീറോ ഇത് പ്രിയൻ. പ്രിയൻ ഒരു 1-2 പടത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയാണോ ഡയറക്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ബഡ്ജറ്റിൽ നിന്ന് ഒരു 40,000 രൂപ കൂടുതൽ ഞാൻ തരാം, ഇത് ശശികുമാർ സാറിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, മലയാളി അത് നടക്കില്ല, ഞാൻ വാക്ക് കൊടുത്തു പോയതാണ് പ്രിയൻ്റെ. ഇനി ആ വാക്ക് മാറ്റാനൊക്കെ. അങ്ങനെ ഞാൻ പിടിയാലെന്നതാണ് ഡയറക്ടറായിട്ട് പ്രിയൻ അതിൻ്റെ അത് ഡയറക്ടറായിട്ട് വരുന്നത്. ഇതിൻ്റെ ഡബിൾ പോസിറ്റീവ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളി അങ്ങ്. പക്ഷെ എനിക്കതിലാണ് ശങ്കറിൻ്റെ അടുത്തൊക്കെ ഉള്ളൊരു വലിയ ഇതെന്ന് പറയുന്നത്, ശങ്കു ഞങ്ങളുടെ കൂടെ വരും, അവിടെ വന്ന് മുതലാളി അടുത്ത് വന്ന് കുത്തിയിരിക്കും, ഇത് ഈ പടം എടുക്കണം എന്ന് പറഞ്ഞു. പ്രിയന് വേണ്ടിയിട്ട് കൂടെ ഒന്ന് ശങ്കർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. സുരേഷിൻ്റെ സൗഹൃദങ്ങളിൽ, ഇപ്പോൾ സിനിമാ സൗഹൃദങ്ങളിൽ പ്രത്യേകിച്ചും ആദ്യകാലം മുതലുണ്ടായിരുന്ന ഒരാളാണ് സുകുമാരി ചേച്ചി. ചേച്ചി ഇല്ലാത്ത പടങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ചേച്ചി ടെലിഫോൺ ലൈനിലുണ്ട്, നമുക്ക് ചേച്ചിയായിട്ട് ടെലിഫോണിൽ സംസാരിക്കാം. ഓക്കെ, ഹലോ ചേച്ചി. ഹലോ. അതെ, ഇപ്പോൾ നമ്മളിവിടെ സമാഗമം നടക്കുന്നത് സുരേഷിൻ്റെയാണ്, സുരേഷ് കുമാറിൻ്റെ സമാഗമമാണ് നടക്കുന്നത്. ചേച്ചി സുരേഷായിട്ട് സംസാരിച്ചോ? എന്തുണ്ട് ചേച്ചി? സുരേഷേ, ഓ ട്രിവാൻഡ്രത്ത് പോയാല് ഒന്ന് വിളിച്ചാൽ മാത്രം മതി, അപ്പം പടയോടുകൂടി ഒന്ന് നിൽക്കും. നമുക്ക് ആരും ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട. അതേമാതിരി തന്നെ ദൈവം സഹായിച്ച് നല്ല ഒരു ഭാര്യയും കിട്ടിയിട്ടുണ്ട്, മേനക. ഏതായാലും അവരുടെ പ്രേമത്തിന്റെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാലോ. അയ്യോ അമ്മ, എത്ര മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ്. അയ്യോ ഒന്നൊന്നും പറയണ്ട, അവരുടെ പ്രേമമൊക്കെ എനിക്ക് മാത്രമേ അറിയാവൂ. ചേച്ചി കൂടുതലൊന്നും പറയണ്ട ചേച്ചി, അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഇവിടെ വരും ചേച്ചി. താങ്ക് യു കമൽ. ചേച്ചി. ഇപ്പോൾ സിനിമയുടെ ഓരോ ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പൂച്ചക്കുരു മുക്കുത്തി അങ്ങനെയുള്ള കുറേ സിനിമകൾ ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പി ശ്രീകുമാർ. അതെ. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ നടനും നിർമ്മാതാവും സംവിധായകനുമായ പി ശ്രീകുമാർ. പുതിയൊരു അപ്പിയറൻസിലാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഉദിച്ചു നിൽക്കുന്ന താരമാകാൻ നമുക്ക് താല്പര്യമില്ല, ഒരു നല്ല നടനായോ കൊള്ളാം. ഞങ്ങൾ തിരുവനന്തപുരത്തുകാരാണ്, വളരെ അടുത്തടുത്തൊക്കെ താമസിച്ചിട്ടുള്ളവരാണെങ്കിലും ട്രിവാൻഡ്രത്ത് വെച്ച് പരിചയപ്പെട്ടിട്ടേ ഇല്ല. മാത്രമല്ല തിരുവനന്തപുരത്ത് വെച്ച് പരിചയപ്പെടേണ്ടതായ സ്വഭാവ ഗുണങ്ങളിലൊക്കെ വരുന്നവരാണ്, എങ്കിൽ പോലും പരിചയപ്പെട്ടില്ല. ഒരു നിമിത്തം പോലെ ആണ് ആയിട്ടുള്ള സംഗതിയാണ്. മദ്രാസിൽ വെച്ചാണ് കൂടുതൽ അടുക്കുന്നത്. ഇവരെല്ലാം ഒരു ടീമായിട്ട് വന്നിട്ട് ഉള്ള സംഗതി. ഈ ട്രിവാൻഡ്രം ബെൽറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് മലയാള സിനിമയുടെ ചരിത്രം മാറ്റിക്കളഞ്ഞ ഒരു ഗ്യാങ്ങാണ് അവർ. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് സുരേഷൊക്കെ
ഞാനൊരു രണ്ടാമത്തെ പടം എടുക്കുമ്പോഴെങ്കിലുമൊക്കെ സുരേഷും പാർട്ടികളൊക്കെ ആയിട്ട് ചേർന്നങ്ങ് പോകാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ അന്ന് അത് നടന്നിട്ടില്ല. നടക്കാത്തത് നല്ലത്. ഇന്നും ആ ബന്ധം നിൽക്കുന്നു. അതല്ലേ ചിലപ്പോൾ അടിച്ചു പിരിച്ചിട്ടുണ്ടായിരുന്നു. അതാ മാറിയിരിക്കുകയായിരുന്നു സിനിമയെന്ന്. ഞാൻ ആ കവർ സ്റ്റോറി എന്ന സിനിമയിൽ ചെന്ന് അല്ല, ഞാൻ സൂസന്നെ അഭിനയിച്ചു. എന്നെ പിടിച്ചെടുത്തുകൊണ്ട് രണ്ടാമത് കൊണ്ടുവന്നത് വേണു നാഗവള്ളി ഹരിഹരനെ കൂടെ ടി വി ചന്ദ്രൻ്റെ പടത്തിൽ കൊണ്ടുവന്നു. സൂസന്നെ കണ്ടു സുരേഷ്. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് ഞാൻ തന്നെ നിശ്ചയിച്ചു ഈ ഒരു പ്രധാനപ്പെട്ട വില്ലൻ്റെ റോള് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. എനിക്കൊരു വലിയ തുകയും തന്നു. അങ്ങനെ അതൊരു സംഗതി. സുരേഷിനെ ഞാൻ സിനിമയിലൂടെ അല്ല ഞാൻ മനസ്സിൽ വിലയിരുത്തിയിരിക്കുന്നത്. അതായത് ദുഃഖിതനായിട്ടോ അല്ലെങ്കിൽ കലാരംഗത്തോ തിരുവനന്തപുരത്ത് കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അത്താണി. ആര് ദുഃഖിച്ചു നിന്നാലും അവൻ്റെ ദുഃഖം മാറ്റാൻ സർവ്വ ദുഃഖവും സ്വന്തം ചുമലിൽ ഏറ്റെടുക്കുന്ന, സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, മറ്റൊരാൾ നന്നായി കാണാൻ ഇത്രത്തോളം ത്രസിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. അതിന് പറ്റിയ ഒരാളിയെ ഞാൻ കിട്ടിയിട്ടുണ്ട്. സുരേഷ് എന്ത് ചെയ്താലും അളിയ സ്ഥലത്തോട്ട് സപ്പോർട്ടുമായിട്ട് ചിരിച്ചൊക്കെ നിൽക്കുന്ന നല്ല ഒരു പെരുമാറ്റമാണ്. കുടുംബാംഗങ്ങളെ മുഴുവൻ എടുത്തു നോക്കി, അമ്മ, സഹോദരി എല്ലാം എടുത്തു നോക്കി. ഇതിനൊക്കെ കറക്റ്റായിട്ട് ഒരു സിനിമയിൽ നിന്നൊരു നടിയെ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ പലതുകൊണ്ടും വേണം. ഇതിനൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു തനി കുടുംബത്തിയായിട്ടുള്ള ഒരു ഭാര്യ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇയാൾ ഈ രംഗത്ത് ഒരു തളർച്ചയും കൂടാതെ നമ്മൾ ഈ ലോകത്ത് പോകുന്നവരെ ഇയാൾ നിൽക്കണം. കാരണം അത് നമ്മുടെ ഒരു കരുത്താണ്. എല്ലാ രംഗത്തും എല്ലാവർക്കും ഒരു കരുത്തായിട്ട് ഇദ്ദേഹം ഉണ്ടാവണം. മാത്രമല്ല ഇപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ ചെയർമാനാണല്ലോ, എന്താണ് ക്ഷേമനിധി. അതിന് ഇരിക്കാൻ കേരളത്തിനകത്ത് ഇത്രയും യോഗ്യനായ ഒരുത്തൻ വേറെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞകാല ഗവൺമെൻറ് ഇതുണ്ടാക്കുമ്പോൾ അതിന് ഫണ്ട് പിരിവിന് വേണ്ടിയിട്ട് പാറശാല മുതൽ കേരളത്തിൻ്റെ അങ്ങേറ്റം വരെ നടന്നു. അന്ന് എന്നെ വിളിച്ചു കൂടെ പോകാൻ. ഞാൻ പോയില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പാർട്ടിയുടെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് സെലക്ട് ചെയ്തവർ അയോഗ്യന്മാരായിരുന്നു. ആ പ്രതിഷേധത്തിന് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. മിനിസ്റ്റർ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു. മനസ്സിലല്ലേ? അന്നും സുരേഷ് മുൻപന്തിയിലുണ്ടായിരുന്നു. അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നു. ഒരു സുരേഷിന് രാഷ്ട്രീയമൊന്നുമില്ല. ചുമ്മാ ഈ ആളുകളെ മുമ്പ് പറഞ്ഞു. സുരേഷിന് ഒറ്റ രാഷ്ട്രീയമുള്ളൂ, സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം. പ്രേം നസീർ സാറിൻ്റെ പ്രതിമ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സുരേഷൊക്കെ ഇല്ലെങ്കിൽ ആര് ചെയ്യും? ഇവിടെ എത്രയോ മഹാന്മാരുണ്ടായിരുന്നല്ലോ. അത് ഇനിഷ്യേറ്റ് എടുക്കാൻ ഈ ട്രിവാൻഡ്രം ഫിലിം ഫ്രറ്റേണിറ്റി വന്നില്ലേ? അതൊരു വലിയ കാര്യമല്ലേ അത് ചെയ്യേണ്ടത്? അങ്ങനെ ഏതൊരു കാര്യവും തനിക്ക് യാതൊരു പ്രതിഫലവും ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള പ്രതിഫലം നോക്കിയിട്ട് പോവുകയാണ്. ഇതിനിടയിൽ കൂടെ അയാൾക്ക് നിലനിൽക്കാൻ വേണ്ടി അയാൾ രീതി നിർവഹിതവും അത് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് വരും. അതിനൊന്നും നമ്മൾ കുറ്റമൊന്നും പറയുന്നത് അത് കുത്തല്ല. അത് കുത്തല്ല. ഞാനത് ഇഷ്ടപ്പെടുകയാണ്. കാരണം താനത് ചെയ്യണം. ഞാൻ വേണമെങ്കിൽ അതിന് എന്ത് വേണം സപ്പോർട്ട് ചെയ്യാം. കാരണം എന്ന് വെച്ചിരുന്നാൽ അതൊന്നും ഒരു തെറ്റല്ല. ഞാൻ പറയണ അങ്ങനെ ചെയ്യണം. എന്തുകൊണ്ടാണ്? അല്ലാതെ ഉള്ള സിനിമകൾ എടുത്തിട്ട് വന്ന അനുഭവങ്ങൾ വെച്ചിട്ടല്ലേ. ആ അനുഭവങ്ങൾ വയ്ക്കുമ്പോൾ പിടിച്ച് നിൽക്കണ്ടേ. അതുകൊണ്ട് ഇയാൾ ഏതെടുത്താലും ഇനി ഷക്കീലെ തിരിച്ചു കൊണ്ടുവന്നാലും ഇയാൾ നിന്നാൽ മതി. നമുക്കൊരു ശക്തി ഇയാൾ ഷക്കീലെ വെച്ച് വേണമെങ്കിൽ പടർത്തിട്ട് നമ്മൾ ആ ഏരിയയിലോട്ട് പോകില്ല, കാണുന്നില്ല. പക്ഷേ ഇയാൾ സിനിമയിൽ നിൽക്കണം. അത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമുക്കൊന്നും ചെയ്തു തരണ്ട. സുരേഷ് എന്ന് പറഞ്ഞൊരു അനിയൻ നമുക്കവിടെ ഉണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്താണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ അമ്മയ്ക്ക് പിറക്കാതെ പോയ, അല്ലെങ്കിൽ അയാളുടെ കൂടെ എനിക്ക് ജനിക്കാൻ ഒക്കാതെ പോയ എൻ്റെ സഹോദരൻ. വളരെ സന്തോഷം. വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള കമലിൻ്റെ കമലിൻ്റെ കൂടെ നമ്മളുടെ മൂന്നുപേരും കൂടെ ഉള്ള ഇരുപ്പായപ്പോഴത്തേക്ക് ഇതൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു സുഹൃത്ത് സംഭാഷണമായിട്ട് തന്നെ തോന്നുന്നു. എന്നെ വിളിച്ചതിൽ ചോദിച്ചതിലൊക്കെ നന്ദി.